കുട്ടികളും വലിയവരും പ്രായഭേദമന്യേ കളിക്കുന്ന ക്രോസ്വേഡ് പസിൽ അഥവാ പദപ്രശ്നം ന്യൂയോർക്ക് വേൾഡിലൂടെ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് 1913 ഡിസംബർ 21 1968 ഡിസംബർ 21 ലോകത്താദ്യമായി മനുഷ്യനെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാനുള്ള നാസയുടെ ശ്രമമായ അപ്പോളോ 8 വിക്ഷേപിച്ചു. 1 ബില്യൺ വ്യൂസ് നേടിയ ആദ്യത്തെ യൂട്യൂബ് വീഡിയോയായി മാറിയ ദക്ഷിണ കൊറിയൻ റാപ്പർ സയുടെ ഹിറ്റ് ഗാനമായ ഗഗ്നം സ്റ്റൈലിൻ്റെ മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങിയത് 2012 ഡിസംബർ 21 ഡിസംബർ 22 ഇന്ത്യയിൽ ദേശീയ ഗണിത ദിനം ആചരിക്കുന്നു. ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ഗണിത ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത്. എസ് രാമാനുജൻ ഒരു ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം സംഖ്യാ സിദ്ധാന്തത്തിലും അനന്തശ്രേണിയിലും തുടർച്ചയായ ഭിന്നസംഖ്യകളിലും ശ്രദ്ധേയമായ കണ്ടെത്തലുകൾക്ക് പേരുകേട്ടയാളാണ്. 1851 ഡിസംബർ 22 ഇപ്പോൾ ഉത്തരാഖണ്ഡിലുള്ള റൂർക്കിയിൽ ആദ്യത്തെ വാണിജ്യ ട്രെയിൻ ഓടിത്തുടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വിമാനമായ SR-71 ആദ്യമായി പറന്നത് 1964 ഡിസംബർ 22. ഇന്ന് ദേശീയ കർഷക ദിനം. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായാണ് ഡിസംബർ 23 രാജ്യത്തുടനീളം ദേശീയ കർഷക ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയിലെ കർഷകരുടെ സംഭാവനകളെ അനുസ്മരിക്കാനും അവരുടെ പ്രാധാന്യത്തെ പ്രകീർത്തിക്കാനുമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. 1954 ഡിസംബർ 23 ജോസഫ് മറേ, ജെ ഹാർട്ടിൽ ഹാരിസൺ എന്നിവർ ചേർന്ന് ലോകത്തെ ആദ്യത്തെ വൃക്കമാറ്റൽ ശസ്ത്രക്രിയ നടത്തിയത്. മുൻ കേരള മുഖ്യമന്ത്രിയും പൊതുപ്രവർത്തകനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്നു ജെ കരുണാകരൻ അന്തരിച്ചത് 23 ഡിസംബർ 2010. മഹാത്മാഗാന്ധിജി 1900 ദക്ഷിണാഫ്രിക്കയിലെ റിക്ഷകളിൽ യൂറോപ്യന്മാർക്ക് മാത്രമെന്ന് എഴുതിവെച്ച് ഇന്ത്യക്കാരെ കയറ്റാതിരിക്കുന്ന നിയമത്തിനെതിരെ പരാതി നൽകിയതും 1940 യുദ്ധം നിർത്താൻ അഭ്യർത്ഥിച്ച് പ്രിയ സുഹൃത്തേ എന്ന് തലക്കെട്ടോടെ ഹിറ്റ്ലർക്ക് കത്തെഴുതിയതും ഡിസംബർ 24 2002 ഡിസംബർ 24 ഡൽഹി മെട്രോ ആരംഭിച്ചത്. ഇത് ഇന്ത്യയിലെ 2ാമത്തെ ഭൂഗർഭ റെയിൽവേ ഗതാഗത മാർഗമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ ഗതാഗതമായ കൽക്കട്ട മെട്രോയേക്കാളും ഭൂമിക്കടിയിലൂടെയും ഉപരിതലത്തിലൂടെയും ഉയർത്തിയ ഗതാഗത സംവിധാനം ഡൽഹി മെട്രോയ്ക്കുണ്ട്. 1892 ഡിസംബർ 24 കന്യാകുമാരിയിലെ പാറയിൽ സ്വാമി വിവേകാനന്ദൻ തപസ് ആരംഭിച്ചത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നു. ആദ്യമായി ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിച്ചത് AD 336 ചരിത്രം പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരിൽ ഒരാളും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് പിന്നിലെ പ്രധാന വ്യക്തിയും പാകിസ്ഥാൻ രാഷ്ട്രപതിയുമായ മുഹമ്മദ് അലി ജിന്ന ജനിച്ചത് 1876 ഡിസംബർ 25 എക്കാലത്തെയും മികച്ച ഹാസ്യ നടനും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്ന ചാർലി ചാപ്ലിൻ മരണമടഞ്ഞത് 1977 ഡിസംബർ 25. ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ അതിതീവ്ര ഭൂചലനത്തിന്റെ പ്രതിഫലനമായി ഇന്ത്യയിൽ ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം പേരുടെ ജീവൻ അപഹരിച്ച സുനാമി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഞ്ഞടിച്ചത് 2004 ഡിസംബർ 26 14 രാജ്യങ്ങളെ അന്നത്തെ ദുരന്തം ബാധിക്കുകയുണ്ടായി. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് കണക്കാക്കപ്പെടുന്ന ഇംഗ്ലീഷ് ഗണിത ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായ ചാൾസ് ബാബേജ് ജനിച്ചത് 1791 ഡിസംബർ 26 ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ അതിവേഗ റെയിൽ പാത ചൈനയിൽ ആരംഭിച്ചത്
2009 ഡിസംബർ 26. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത്. ഈ ഗാനം അതിന്റെ ഹിന്ദി പതിപ്പിൽ 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലി ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചു. 1945 ഡിസംബർ 27 29 അംഗരാജ്യങ്ങളുമായി ലോക ബാങ്ക് രൂപീകരിച്ചു. 2007 ഡിസംബർ 27 മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ആദ്യ വനിതാ നേതാവുമായ ബേനസീർ ഭൂട്ടോ ചാവേർ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. രാജ്യത്തിന്റെ ഭരണത്തിൽ കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വാതന്ത്ര്യാനന്തരം അത് രാജ്യത്തെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയായി ഉയർന്നു. ഇന്ത്യയിലെ സർവകലാശാല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ UGC നിലവിൽ വന്നത് 1953 ഡിസംബർ 28 1895 ഡിസംബർ 28 സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു കഥ സിനിമയാക്കപ്പെട്ടു. ചലച്ചിത്ര വ്യവസായത്തിന്റെ പിതാക്കന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ലൂമിയർ സഹോദരന്മാരാണ് ചിത്രം നിർമ്മിച്ചത്. ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പാകിസ്ഥാൻ എന്ന രാജ്യം സൃഷ്ടിക്കുന്നതിനുള്ള കാഴ്ചപ്പാടിലേക്ക് നയിച്ച മുഹമ്മദ് ഇക്ബാലിന്റെ പ്രസിഡൻഷ്യൽ പ്രസംഗം ദ്വിരാഷ്ട്ര സിദ്ധാന്തം നടന്നത് 1930 ഡിസംബർ 29 1984 ഡിസംബർ 29 സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ 28 സീറ്റുകൾ നേടി തെലുങ്ക് രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായി ഉയർന്നു. തോമസ് ആൽവ എഡിസൺ റേഡിയോ കണ്ടുപിടിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1891 ഡിസംബർ 29 2006 ഡിസംബർ 30 പുലർച്ചെ ബലിപെരുന്നാളിന് തലേ ദിവസമായിരുന്നു അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഇറാഖിലെ ഇടകാല സർക്കാർ ഇറാഖിലെ മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയത്. ഇറാഖിലെ അമേരിക്കൻ അധിനിവേശത്തെ തുടർന്ന് ഒളിവിൽ പോയ സദ്ദാമിനെ 2003 ഡിസംബർ 13 ഒളിത്താവളത്തിൽ വെച്ച് അമേരിക്കൻ സേന പിടികൂടുകയായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ലോക പ്രസിദ്ധനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിക്രം സാരാഭായ് തിരുവനന്തപുരത്ത് അന്തരിച്ചത് 1971 ഡിസംബർ 30 1943 ഡിസംബർ 30 സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പതാക ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ സ്മരണ നിലനിർത്തുന്നതിനായി ആഘോഷിക്കുന്ന ദിനമാണ് തുഞ്ചൻ ദിനം. 1600 ഡിസംബർ 31 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ തുടക്കമിട്ടത്. ഒരു വ്യാപാര കമ്പനിയായാണ് ആരംഭിച്ചതെങ്കിലും അത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ് സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കി. ചൈനയിലെ വുഹാനിയിൽ നിന്നും ഉത്ഭവിച്ച കൊറോണ വൈറസിനെ കുറിച്ച് ആദ്യമായി ലോകാരോഗ്യ സംഘടനയെ അറിയിച്ചത് 2019 ഡിസംബർ 31